ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, ടൊവിനോ തോമസ് എന്നിങ്ങനെ വമ്പൻ സ്റ്റാർ കാസ്റ്റോട് കൂടി വരാനിരിക്കുന്ന സിനിമയാണ് അതിരടി. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു. അതിരടി എന്ന ഈ ഒരു സിനിമയിൽ പ്രധാന ഫീമെയിൽ ലീഡായിട്ട് എത്താൻ പോകുന്നത് റിയ ഷിബു ആണ്. ഒരു മാസ് കോമഡി എൻ്റർടൈനറായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു സിനിമയുടെ 80% ഷൂട്ടിംഗ് കോളേജ് ക്യാമ്പസിലായിരിക്കും. ആം ഗെയിം സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുൽഖറും സിനിമയുടെ സെറ്റിലുണ്ട്. നെസ്ലൻ്റെ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 29 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി കഴിഞ്ഞാൽ സിനിമ മൊത്തത്തിൽ റാപ്പാവും. നവംബർ 20-നാണ് സിനിമയുടെ മുഴുവൻ ചിത്രീകരണം തീരുന്നത്. പ്രദീപ് രംഗനാഥൻ്റെ ഡ്യൂഡ് സിനിമ ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 70 കോടിക്കടുത്ത് ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് TN കളക്ഷൻ ഏകദേശം 32 കോടിക്ക് അടുത്തായിട്ടുണ്ട്. കേരളത്തിൽ 4 ദിവസം കൊണ്ട് 2,37,00,000 രൂപയാണ് ഡ്യൂറു സിനിമയുടെ കളക്ഷൻ. ഏതാനും ദിവസങ്ങൾക്കകം സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിലേക്ക് എത്തും. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയുടെ ഡയറക്ടറായ മധു സി നാരായണൻ നെസ്ലനെ വെച്ചൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ സ്റ്റോറി തുടരും സിനിമയുടെ റൈറ്ററായ KR സുനിലിൻ്റെയാണ്. അതുപോലെ ശ്യാം പുഷ്കറും മൂസിൻ പരാരിയും ചേർന്നാണ് ഈ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നത്. മ്യൂസിക് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പടമാണിത്. കാന്താര സിനിമ 700 കോടിയോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ കർണാടക ബോക്സ് ഓഫീസിലെ സിനിമ 200 കോടി ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട്. 19 ദിവസത്തെ കാന്താര സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 51,76,00,000 ടൊവിനോ തോമസും നസ്രിയ നസീമും പ്രധാന വേഷത്തിലെത്തുന്ന മൂസിൻ പരാരി ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രത്തിലേക്ക് മ്യൂസിക് ചെയ്യുന്നത് സുഷിൻ ശ്യാമായിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പൃഥ്വിരാജിൻ്റെ സന്തോഷ് ട്രോഫി എന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ നവംബർ മിഡിലാണ് തുടങ്ങുന്നത്. പൃഥ്വിരാജ് ഈ വർഷം ഡിസംബർ എൻഡിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി ഫസ്റ്റ് വീക്കിലോ സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാജിക് ഫ്രെയിംസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. മാത്യു തോമസിന് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ദിലീപിനെ നായകനാക്കി ഷാജി കൈലാസിൻ്റെ മകനായ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ മാസം 30-ാം തീയതി തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചത്തപ്പച്ച എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗംഭീര ഫൈറ്റ് സീക്വൻസും സിനിമയുടേതായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. മമ്മൂക്ക സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് പാട്രിയോട്ട് സിനിമയുടെ ഇപ്പോഴത്തെ UK ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. മമ്മൂക്കയ്ക്ക് സിനിമയിൽ 5 ദിവസത്തെ ഷൂട്ടിംഗാണ് ഉള്ളത്. പ്രണവ് മോഹൻലാലിൻ്റെ ഹൊറർ ചിത്രമായ DSR എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സിനിമയിൽ വയലൻസ് രംഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് സെൻസർ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. റോഹൻ്റെ ആഡംബര ജീവിതം താളം തെറ്റുന്നു. തൻ്റെ വീട്ടിൽ ഒരു അമാനുഷിക ശക്തിയുണ്ടെന്ന് അയാൾ വിശ്വസിച്ച് തുടങ്ങുന്നു. ആ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായ ലോകങ്ങളിലേക്കും സഖ്യങ്ങളിലേക്കും ഒപ്പം മുന്നോട്ടുള്ള ഭീകരതകളിലേക്കും അവൻ ആകർഷിക്കപ്പെടുന്നു. സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയാണ് സ്റ്റോറി ലൈൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും DSR ഈ വരുന്ന ഒക്ടോബർ 31-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്.